മറ്റ് ഡിപ്പോകൾക്ക് മാതൃകയായി കോതമംഗലം KSRTC ഡിപ്പോ. ദീർഘദൂര യാത്രക്കാർക്ക് കോതമംഗലത്ത് സൗജന്യ ശീതളപാനീയവും ലഘുഭക്ഷണവും വിതരണം. ഹിൽവാലി എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് ഇത് ലഭ്യമാക്കുന്നത്. KSRTC യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും ഗതാഗത വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങളുടെയും ഭാഗമായാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള സേവനങ്ങൾ നൽകുന്നത്. കോതമംഗലം ഡിപ്പോയിലെത്തിയ മൂന്നാർ ബാംഗ്ലൂർ ബസ്സിലെ യാത്രക്കാർക്ക് ലഘുഭക്ഷണവും ശീതളപാനീയവും വിതരണം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഹിൽവാലി എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണിത് നടപ്പിലാക്കുന്നത്. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം KSRTC യൂണിറ്റ് കേരളത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വലിയ മാറ്റമാണ് ഈ KSRTC യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചത്. ഇവിടെ 1982 ഇത് തുടക്കം കുറിക്കുന്ന ഘട്ടം മുതൽ ഈ യൂണിറ്റിനൊരു ചരിത്രമുള്ളത്. വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ തുടക്കം. ഇവിടുത്തെ ആരാധനാലയങ്ങൾ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലും മാർത്തോമാ ചെറിയ പള്ളിയും കോതമംഗലം സെന്റ് ജോർജ് സ്കൂളും അടക്കം, അതോടൊപ്പം തന്നെ നിരവധി സുമനസുകൾ, ഇവിടുത്തെ ഉണ്ണുപ്പാട്ട് കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ തെക്കേക്കുന്നേല് ചക്കിയത്തൊക്കെ ഒരുപാട് പേരുടെ പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടി തുടക്കം കുറിച്ചൊരു യൂണിറ്റാണ്. ഹിൽവാലി കമ്പനി മാനേജർ ഡയറക്ടർ ഹരിശങ്കർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് KA, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ബേബി പൗലോസ്, ATO J നിജാമുദ്ദീൻ, അനസ് ഇബ്രാഹിം, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായാണ് KSRTC യാത്രക്കാർക്ക് ഇതുപോലൊരു ലഘുഭക്ഷണ വിതരണം നടക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.